ഏവർക്കും നമസ്കാരം. വി എസിൻ്റെ കാലം കഴിഞ്ഞു. വി എസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രംഗങ്ങളും നമ്മൾ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനിടയിൽ ഒരു അധ്യാപകൻ വി എസിനെ പരസ്യമായിട്ട് ആക്ഷേപിക്കുന്ന, അതായത് ശവശരീരത്തോട് ആക്ഷേപിക്കുന്ന രീതിയിലൊരു വാർത്ത കാണാനിടയായി. ഞാനത് ഈ ഒരു വീഡിയോയ്ക്കൊപ്പം ഞാൻ വയ്ക്കാം. എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ആ ഒരു വിഷയത്തെ സംബന്ധിച്ച്. അപ്പോൾ ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇത് ഫോട്ടോ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ വാർത്ത കാണുമ്പോൾ എനിക്ക് ഉമ്മൻചാണ്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഓർക്കാൻ കഴിഞ്ഞത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഉമ്മൻചാണ്ടിയുടെ മരണസമയത്ത് അല്ലെങ്കിൽ ആ വ്യക്തിയെ ആക്ഷേപിക്കുന്ന രീതിയിൽ വിനായകൻ എന്തോ പറഞ്ഞു, അല്ലെങ്കിൽ വിനായകനെ എല്ലാവരും ആ സമയത്ത് എയറിൽ നിർത്തിയതാണ് എല്ലാവർക്കും അറിയാം. കാരണം ഉമ്മൻചാണ്ടി ചത്തു, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ചത്തു, എൻ്റെ അച്ഛനും ചത്തു എന്നും പറഞ്ഞിട്ടാണ് ആ വാട്സപ്പ്. ഞാൻ ജസ്റ്റ് വോയിസ് ഒന്ന് കേൾപ്പിക്കാം, അല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണിക്കാം. ആരാണ് ഉമ്മൻചാണ്ടി? എന്തിനോടോ 3 ദിവസമൊക്കെ കബൂറാകൽ നിർത്തിയിട്ട് പത്രക്കാരോട് പറയണേ ഉമ്മൻചാണ്ടി ചത്തുകാരൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ അച്ഛനും ചത്ത്, നിങ്ങളുടെ അച്ഛനും ചത്തുകാരൻ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്ലീസ് നിർത്തിയിട്ട് പത്രക്കാർ. ഉമ്മൻചാണ്ടി ചത്തുപോയാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? നല്ലവനാന്ന് നിങ്ങൾ വിചാരിച്ച ഞാൻ വിചാരിക്കില്ല. കർണാകരൻ്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാളൊക്കെ ആരൊക്കെ എന്ന്. അപ്പൊ നിർത്ത്. ഉമ്മൻചാണ്ടി ചത്തുപോയി, അത്രേ ഉള്ളൂ. എൻ്റെ അച്ഛനും ചത്തുപോയി. അപ്പോൾ ഈ ഒരു ലൈവ് വന്ന വീഡിയോയുടെ ഒരു ഭാഗമാണ് ഞാൻ കാണിച്ചത്. ഇതെല്ലാവരും കണ്ടത് തന്നെയാണ്. അപ്പോൾ ഈ വിനായകൻ ഈ ഒരു അഭിപ്രായം പറയാനുണ്ടായ സാഹചര്യം എന്താണ്, അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു വിനായകൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു നമുക്ക് മനസ്സിലാവുള്ളൂ. പറഞ്ഞ തെറ്റ് തന്നെയാണ്, അത് ശരിയുള്ള കാര്യമല്ല. ചിലപ്പോൾ ചിലർ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവും, ലഹരി ഉപയോഗിക്കാത്തവരുണ്ടാവും, അതൊക്കെ അവരുടേതായിട്ടുള്ള ഇഷ്ടം. പക്ഷേ എന്തു തന്നെയായാലും ഒരാളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ശിക്ഷിക്കാനുള്ള എല്ലാ നിയമവ്യവസ്ഥയും ഇന്ത്യയിലുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒരു ശിക്ഷ അദ്ദേഹത്തിന് കിട്ടും, അല്ലെങ്കിൽ കിട്ടുക തന്നെ വേണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഈ രീതിയിൽ ആരൊക്കെ പറഞ്ഞാലും നിയമപരമായിട്ട് ഉള്ള ശിക്ഷയ്ക്ക് നമ്മൾ യോജിപ്പ് തന്നെയാണ്. അപ്പോൾ അത് വിനായകനും ബോധ്യമുണ്ട്. ഞാൻ ഈ പറയുന്നതിൽ നിയമപരമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന് വിനായകനും ബോധ്യത്തിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ കേരളത്തിലുള്ള എല്ലാവരും, ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവർ പോലും വിനായകനെ തള്ളിപ്പറഞ്ഞൊരു സമയമായിരുന്നു അത്. അപ്പോൾ സുജയ പാർവതി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകയുടെ ഒരു ന്യൂസ് റിപ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് സത്യത്തിൽ വിനായകൻ ഈ ഒരു അഭിപ്രായം പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി സുജയ പാർവതി അന്ന് അവതരിപ്പിച്ച ആ നാടകരംഗം നമുക്കൊന്ന് കാണാം. മുന്നിൽ കിടക്കുന്ന ഉമ്മൻചാണ്ടി എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. അതുപോലെയാണ് പുറത്തുള്ള ആളുകൾക്കും. ഉമ്മൻചാണ്ടി ഇങ്ങനെ കിടക്കുമ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയാത്തവണ്ണം വിതുമ്പുന്ന ആളുകളെയാണ് നമ്മൾ ഇതിന് പുറത്തൊക്കെ കാണുന്നത്. ഉമ്മൻചാണ്ടി ഇങ്ങനെ തൊട്ടടുത്ത് കിടക്കുമ്പോൾ എപ്പോഴും കാണുമ്പോൾ സംസാരിക്കുന്ന ഒരു ഉമ്മൻചാണ്ടി, അദ്ദേഹം മരിച്ചെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെ വീട്ടിലൊരു മരണം സംഭവിച്ച ആ വിഷമത്തോടു കൂടിയാണ് ഓരോരുത്തരും ഈ വിലാപയാത്രാ വാഹനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വ്യക്തിപരമായി ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ഒരു അച്ഛൻ പോയ വിഷമം. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാവും ഇത്രമാത്രം അഭിനയ ശേഷിയുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ് സുജയ പാർവതി എന്നും, അതോടൊപ്പം തന്നെ ഈ കേരളം കണ്ട ഏറ്റവും വലിയ ചാണക സംഖ്യകളിൽപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തക കൂടിയാണ് സുജയ പാർവതി. അങ്ങനെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ പറയുന്നത് അവർക്ക് അച്ഛനെ പോലെയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വി എസ് ഇപ്പോൾ മരണപ്പെട്ടല്ലോ. വി എസ് മരണപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് ആ രീതിയിൽ കണ്ണീര് പൊഴിക്കുന്നില്ല? കാരണം അവർക്കറിയാം ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് തന്നെ ബോധ്യമായത് കൊണ്ടല്ലേ അത്. കാരണം ഒരു പക്ഷേ അന്ന് വിനായകൻ ആ രീതിയിൽ പ്രതികരിച്ചില്ലായിരുന്നു എങ്കിൽ സുജയ പാർവതി ഈ വി എസിൻ്റെ സമയത്തും മോങ്ങും. വി എസിൻ്റെ സമയത്ത് മാത്രമല്ല, കേരളത്തിൽ നടക്കുന്ന എല്ലാ മരണങ്ങളുടെയും മുന്നിൽ വന്ന് മോങ്ങും. കാരണം അത്രമാത്രം ചാനൽ റീച്ചിൽ, അല്ലെങ്കിൽ ആ ഒരു കൂടുതൽ ജനങ്ങളെ ആ ഒരു വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണല്ലോ ഈ രീതിയിലൊക്കെ അഭിനയിക്കുന്നത്. മാധ്യമപ്രവർത്തനമാണെന്നോ, മാധ്യമപ്രവർത്തനത്തിൽ കരയണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു മരണം നടക്കുമ്പോൾ അവിടെ പോയിരുന്ന് കരയാൻ വേണ്ടി ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ആ ഒരു മാധ്യമ ധാർമ്മികതയിൽ പറയുന്നുണ്ടോ? അങ്ങനൊന്നുമില്ലല്ലോ. പേഴ്സണലി ഒരാൾക്ക് അവിടെ പോയി കരയുന്നതിനൊന്നും ആരും ഒരു ബുദ്ധിമുട്ടോ ഒന്നും പറയുന്നില്ല. മൈക്കും പിടിച്ച് ക്യാമറയുടെ മുന്നിൽ നിന്ന് കരയാൻ വേണ്ടിയുള്ള അത്രയും വലിയൊരു അഭിനയ സിദ്ധിയൊക്കെ നമ്മൾ പൊട്ടരൊന്നുമല്ലല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് വി എസിൻ്റെ ഈ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പറയുന്ന സുജയ പാർവതി ഇപ്പോൾ നമുക്ക് ഈ ഒരു ചാനലിൽ നിന്നിട്ടുള്ള ചാനൽ റിപ്പോർട്ടിങ് നമുക്കൊന്ന് കാണാം.
ഇനിയുള്ള പോരാട്ടങ്ങൾ മണ്ണിനും ജലത്തിനും വേണ്ടി മനുഷ്യൻ നടത്തുന്നതാകാൻ പോകുന്നു എന്ന കാലഘട്ടത്തിലാണ്. ഇനി അങ്ങോട്ട് അതിനെല്ലാം വേണ്ടിയുള്ള മനുഷ്യരുടെ പോരാട്ടങ്ങൾ കൂടാൻ പോകുന്നു. അപ്പോഴാണ് VSന്റെ മൂല്യങ്ങൾ, VS എന്തിനു വേണ്ടിയാണോ നിലകൊണ്ടത് എന്ന് പഠിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ട് എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നത്. ഈ പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ, പരിസ്ഥിതി വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ മുന്നേറ്റങ്ങൾ നോക്കൂ. നമ്മൾ കണ്ട പ്രളയങ്ങൾ ഒരു പാഠമല്ലേ? ആ പ്രളയത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തി? അതിലൊരു പാഠം നമുക്ക് കൃത്യമായും VS നൽകുന്നുണ്ട്. നമ്മളിപ്പോൾ പിന്നിടുന്നത് കേശവദാസപുരമാണ്. നോക്കൂ, ആ ബസ് വളരെ വളരെ പതുക്കെയാണ് വരുന്നത്. കേവലം 5-6 കിലോമീറ്റർ പിന്നിടുന്നതിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അത്രയേറെ മനുഷ്യർ ഒരു ആൾക്കടലിനിടയിലൂടെ ഒരു തോണി തുഴഞ്ഞെന്ന പോലെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ട VSന് വാഹനത്തിന് നേരെ ഇപ്പോൾ അപ്പോൾ വിനായകൻ്റെ ആ ഒരു അഭിപ്രായത്തെ നമ്മൾ അംഗീകരിക്കുകയോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ വിനായകനെ അങ്ങനെ ആ ഒരു അഭിപ്രായം പറയിപ്പിക്കുന്നതിലും അല്ലെങ്കിൽ അതിലൂടെ സുജയ പാർവതിയെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ ഒരു നല്ല നേരായിട്ടുള്ള വഴിയിൽ പോയതും സത്യത്തിൽ കേരളത്തിന് അഭിമാനിക്കാവുന്നതാണ്, സമാധാനിക്കാവുന്നത് കൂടിയാണ്. ഇപ്പോൾ VSനെ നമ്മൾ പൂർവാധികം ഒരു ദൈവിക കഥാപാത്രമായോ ഒരു ആരാധനാ കഥാപാത്രമായിട്ടോ നിന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. നമ്മൾ അറിയേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള ഒരു ഇടപെടലും അഭിപ്രായവും ഒക്കെ തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു തലമുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നോക്കൂ, നമ്മൾ നരേന്ദ്രമോദിയെ നമ്മൾ ആക്ഷേപിക്കാറുണ്ട്, വിമർശിക്കാറുണ്ട്. മനുഷ്യനെ അറപ്പുളവാക്കുന്ന രീതിയിൽ പച്ചയ്ക്ക് തെറി പറയുന്നവരും ഫേസ്ബുക്കിൽ, സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നരേന്ദ്രമോദിയെ ഒരു പക്ഷേ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ആ രീതിയിൽ ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവർ ഒരു പക്ഷേ മരണത്തിന് ശേഷം അത് ചെയ്യില്ല. അപ്പോൾ വ്യക്തിത്വം ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ ആ ശവശരീരത്തെ മാത്രമാണ് നമ്മൾ ആക്ഷേപിക്കുന്നത്. അതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം നരേന്ദ്രമോദി ആയാലും പിണറായി ആയാലും VS ആയാലും ഇനിയുള്ള രാഷ്ട്രീയ നേതാക്കളായി തന്നെ ഇപ്പോൾ നമ്മളൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിന്താ ജെറോം, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള പിന്നെ മിക്ക ആൾക്കാരും ഒരു CPM-നാവട്ടെ CPI-ക്കുള്ളിലാവട്ടെ ഇവരൊക്കെ തന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് VSനെ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വിമർശനത്തിൽ നിന്നിട്ടുള്ള വ്യക്തി ഈ പറയുന്ന VS അച്യുതാനന്ദൻ തന്നെയാണ്. ഈ പറയുന്ന പിണറായി വിജയൻ പോലും പരസ്യമായിട്ട് വേദിയിൽ ഇരുത്തിക്കൊണ്ട് ആക്ഷേപിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ മരണത്തിന് ശേഷം നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ഉൾക്കൊണ്ട് പോകാൻ കഴിയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തി ഒരു അധ്യാപകനാണ്. അപ്പോൾ ഒരു അധ്യാപകനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു പാഠഭാഗത്തിലായാലും കുട്ടികളുമായിട്ട് ഇടപഴകുന്ന സമയങ്ങളിലായാലും തന്നെ ഒരു ഉന്നത നിലവാരം പുലർത്തിയാൽ മാത്രമേ അതിലൂടെ ഒരു പുതിയ തലമുറ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള അധ്യാപകരെ ഒന്നും ഒരു കാരണവശാലും വിദ്യാഭ്യാസ സമൂഹത്തിന് ചേരുന്നതല്ല. ആ ഒരു വരാൻ പോകുന്ന തലമുറയ്ക്ക് യാതൊരുവിധ ഗുണവുമില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള അഭിനേതാക്കൾ മാധ്യമപ്രവർത്തക കൂട്ടത്തിൽ വരാതിരിക്കട്ടെ, നല്ല മാധ്യമ സംസ്കാരം വളർത്തിയെടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.